Welcome to Lash Class. BA second semester Advanced English Language Skills for Literatureസിലെ ദ ജിപ്സി ഗോഡസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. 1968 തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിലെ കീഴ്വൺമണി എന്ന ഗ്രാമത്തിൽ നടന്ന ഒരു കൂട്ടക്കൊലയെ ആസ്പദമാക്കിക്കൊണ്ട് മീന കന്ദസ്വാമി രചിച്ചിട്ടുള്ള ഒരു നോവലാണ്. ഈ സംഭവത്തിൽ നടക്കുന്നത് ഈ ഗ്രാമത്തിലെ ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കർഷക തൊഴിലാളികൾ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള തൊഴിലാളി സംഘടനകളിൽ ചേരുകയും തങ്ങൾക്ക് തുച്ഛമായിട്ടുള്ള കൂലിയാണ് ലഭിക്കുന്നത്, തങ്ങളുടെ കൂലി വർദ്ധിപ്പിച്ച് നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുകയും ചെയ്യുന്നു. അവിടുത്തെ ഭൂ ഉടമകളും ജന്മിമാരുമായിട്ടുള്ള ആളുകൾ ഈ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും അതിനെ തുടർന്ന് ഒരുപാട് സംഘർഷങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുന്നു. അതിന്റെ അവസാനമാണ് ഈ ഗ്രാമീണരെ കൂട്ടത്തോടെ ആക്രമിക്കുകയും അവരുടെ ഗ്രാമത്തിന് തീയിടുകയും ചെയ്യുന്ന രീതിയിൽ ഈ കീഴ്വൺമണി കൂട്ടക്കൊല എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. അപ്പോ ഈ ചാപ്റ്ററിൽ ദ മിസ്റ്റീഫ് ബൈ ഫയർ എന്നുള്ള 10th ചാപ്റ്റർ ആണ് ആ നോവലിന്റെ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ദുരന്ത സംഭവമാണ് വിവരിക്കുന്നത്. നമ്മളിവിടെ ആ ചാപ്റ്ററിന്റെ ഒരു സമ്മറിയും അതിലെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. Mischief by Fire from the Gypsy Goddess by Meena Kandasamy presents the horrifying massacre at Kelvanmani in deeply disturbing and emotional detail. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കീഴ്വൺമണി മസാക്കർ എന്നുള്ള ഒരു സംഭവമാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് അവതരിപ്പിക്കുന്നത്. അത് തന്നെയും ഡീപ്ലി ഡിസ്റ്റർബിംഗ് ആൻഡ് ഇമോഷണൽ ഡീറ്റെയിലോട് കൂടിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതായത് ആ ഒരു ക്രൂരത വളരെ കൃത്യമായിട്ട് അവർ ഈ നോവലിനകത്ത് വിവരിക്കുന്നുണ്ട്. നമുക്ക് വായിക്കുമ്പോൾ ഡിസ്റ്റർബിംഗ് ആവുന്ന തരത്തിലുള്ള ആ ഒരു സഫറിങ്ങിനെ കുറിച്ചിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ ഈ ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട്. ദ ചാപ്റ്റർ ബിഗിൻസ് വിത്ത് ദ വില്ലേജ് സ്ട്രീറ്റ്സ് ബീങ് സെറ്റ് ഓൺ ഫയർ ബൈ വയലന്റ് മോബ് ഓഫ് ലാൻഡ് ലോഡ്സ്. ചാപ്റ്റർ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഈ ലാൻഡ് ലോഡ്സ്, ഈ ഭൂ ഉടമകളുടെ ആളുകൾ ഈ ഗ്രാമത്തിന് തീയിടുന്ന ഒരു രംഗത്തോട് കൂടിയിട്ടാണ്. The people who remain in the village hear the terrifying sounds of whistles, gunshots and the burning houses. അപ്പോ ഈ ഗ്രാമത്തിലുള്ള ആളുകൾ ഈ അക്രമത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുകയാണ്. അവിടെ ഈ തോക്കുകൾ ഇട്ടിട്ടുള്ള വെടിയൊച്ച കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകളുടെ ആക്രോശവും നിലവിളിയും ഒക്കെ അവിടെ ഇങ്ങനെ ആളുകൾ ഇതിനെ കേൾക്കുകയാണ്. റിയലൈസിംഗ് ദാറ്റ് ഡേഞ്ചർ ഈസ് അപ്രോച്ചിങ് റാപ്പിഡ്ലി ദ വില്ലേജേഴ്സ് സെർച്ച് ഫോർ സേഫ്റ്റി. അപ്പോ ഈ ഒരു അക്രമം ഇവിടെ നടക്കുക എന്നുള്ളത് മനസ്സിലാക്കുന്ന ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ദ ഗ്യാദർ ഇൻസൈഡ് ദ ഹട്ട് ഓഫ് പാപ്പ ആൻഡ് രാമയ്യ ബിക്കോസ് ദേ ബിലീവ് ദാറ്റ് സ്റ്റേയിങ് ടുഗദർ വിൽ പ്രൊട്ടക്ട് ദം. അപ്പൊ അവരെല്ലാവരും കൂടി അവരവരുടെ വീട് ഉപേക്ഷിച്ചുകൊണ്ട് പാപ്പ രാമയ്യ എന്ന് പറയുന്ന ആളുകളുടെ കുടിലിൽ പോയിട്ട് അഭയം പ്രാപിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിനെ നേരിടാമെന്നോ അല്ലെങ്കിൽ ഒന്നിച്ചു നിൽക്കുന്നതാണ് നല്ലത് എന്ന രീതിയിൽ അവരിങ്ങനെ എല്ലാവരും കൂടി ഈ പാപ്പയുടെയും രാമയ്യയുടെയും കുടിലിനകത്ത് വന്ന് ചേരുന്നു. Soon the mob reaches the hut and attempts to break in. അപ്പോ അക്രമകാരികളായിട്ടുള്ള ആളുകൾ ഈ ഗ്രാമത്തിലെ ഉടനീളം അക്രമം അഴിച്ചിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അവര് അവസാനം ഇവരെല്ലാവരും കൂടി ഒത്തുചേർന്നിരിക്കുന്ന ഈ കുടിലിനവിടേക്ക് എത്തുന്നു. അവര് ഈ കുടിലിനകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അവർ വാതിൽ തള്ളി തുറന്നുകൊണ്ടൊക്കെ അകത്ത് കടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. When they fail, they set the hut on fire in anger. അപ്പൊ അവർക്ക് ആ കുടിലിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വരുമ്പോൾ അവര് ദേഷ്യത്തോടുകൂടി ആ കുടിലിന് തീയിടുകയാണ് ചെയ്യുന്നത്. പാനിക് സ്പ്രെഡ്സ് among the trapped villagers as they try to escape through the only door. സ്വാഭാവികമായിട്ട് ഇവരെല്ലാം കൂടി ഒത്തുചേർന്നിരിക്കുന്ന ആ കുടിലിന് തീയിടുന്ന സമയത്ത് അവരെല്ലാവരും ആകെ പാനിക് ആവുന്നു. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ അവര് നടത്തുകയാണ്. Some men manage to open it, but they are immediately killed or forced back into the flames. അപ്പോ വളരെ ക്രൂരമായിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ നോവലിനകത്ത് വിവരിക്കുന്നുണ്ട്. അപ്പോ ഈ തീയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് കടക്കുന്ന ആളുകളെ ഈ പുറത്ത് കാത്തു നിൽക്കുന്ന അക്രമകാരികൾ അവിടെ വെച്ച് തന്നെ കൊല ചെയ്യുകയോ അതല്ലെങ്കിൽ ഇവരെ തിരിച്ച് വീണ്ടും ആ തീയിലേക്ക് തന്നെ തള്ളിയിടുകയോ ചെയ്യുന്ന രംഗങ്ങളാണ് അവിടെ നടക്കുന്നത്. Then, in one heartbreaking moment, a mother throws her small child outside in the hope of saving him, but the attackers brutally murder the boy and throw his body back into the burning hut. അതിനുശേഷം വളരെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു സംഭവത്തെ കുറിച്ച് കൂടി അവിടെ വിവരിക്കുന്നുണ്ട്. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മ തന്റെ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് കുഞ്ഞിനെ ആ കുടിലിന് പുറത്തേക്ക് എറിയുകയാണ്. അതായത് അക്രമകാരികളാണെങ്കിലും ആ കുഞ്ഞിനോടൊരു കരുണ കാണിക്കും എന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത്.
പക്ഷേ ഈ പുറത്തേക്ക് വന്നിട്ടുള്ള ഈ കുഞ്ഞിനെ അക്രമകാരികൾ ഒരു ദയയുമില്ലാതെ കൊല ചെയ്യുകയും എന്നിട്ട് ആ കുഞ്ഞിന്റെ മൃതദേഹം തിരിച്ച് ആ കുടിലിനകത്തേക്ക് തന്നെ എറിയുകയും ചെയ്യുന്ന അതിദാരുണമായിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള ഒരു സംഭവത്തിന്റെ വിവരണം കൂടി നമ്മൾ അവിടെ കാണുന്നുണ്ട്. ദെൻ this shocking act destroys every remaining hope. The people inside realize that death is unavoidable. അപ്പോ ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് രക്ഷപ്പെടാമെന്നുള്ള എല്ലാ പ്രതീക്ഷയും അവിടെയുള്ള ആളുകൾക്ക് ഇല്ലാതാവുകയാണ്. കാരണം ഒരു കുഞ്ഞിനോട് പോലും ഒരു കരുണ കാണിക്കാത്ത അതിക്രൂരരായിട്ടുള്ള ആളുകളാണ് തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതെന്ന് അവർ തിരിച്ചറിയുകയും ഇത് തങ്ങളുടെ മരണമാണ്, ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ടുഗദർ they accept their fate as the hut becomes their collective funeral pyre. അങ്ങനെ അവര് എല്ലാവരും അവിടെ വെച്ച് തന്നെ മരണപ്പെടാൻ പോവുകയാണെന്നും ഈ കത്തിക്കൊണ്ടിരിക്കുന്ന കുടി തങ്ങളുടെ എല്ലാവരുടെയും കൂടിയുള്ള ഒരു കൂട്ട ശ്മശാനമായിട്ട് മാറിയിരിക്കുകയാണെന്ന് അവര് തിരിച്ചറിയുന്നു. Chapter then describes the unbearable suffering caused by the fire in graphic and painful detail. അതിനുശേഷം അവിടെ നടക്കുന്ന അക്രമത്തിന്റെ വിവരണം തന്നെയാണ് നമ്മുടെ നോവലിന് തുടരുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വേദനാജനകമായിട്ടുള്ള രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇങ്ങനെ ആ ഒരു അക്രമത്തിന്റെ വിവരണം ഈ നോവലിനകത്ത് നടത്തിയിട്ടുള്ളത്. The mob bolts the hut from outside, trapping the dead, the dying and the terrified survivors inside. അപ്പോ ഇവർക്ക് പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ ഈ അക്രമകാരികൾ ഈ കുടിലിന്റെ വാതിൽ പുറത്തു നിന്ന് അവരെ അടയ്ക്കുന്നു. അങ്ങനെ ഈ മരിച്ചവരെയും മരിച്ചുകൊണ്ടിരിക്കുന്നവരെയും മരണത്തെ മുഖാമുഖം നോക്കി കാണുന്നവരെയും എല്ലാം തന്നെ ആ കുടിലിനകത്ത് ഇവരെ അകപ്പെടുത്തുന്നു. The screams echo across nearby villages, but no help arrives. അപ്പോൾ ഈ ഒരു മരണവേദനയിൽ അവർ നിലവിളിക്കുന്നത് അടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് പോലും കേൾക്കാമായിരുന്നു എന്നാണ് നമ്മുടെ ഓതർ പറയുന്നത്. പക്ഷേ എന്നിട്ടും ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഒരാൾ പോലും അവിടേക്ക് എത്തിയില്ല എന്ന് കൂടി അവര് പറയുന്നു. Thick smoke fills the hut, making breathing itself a source of agony. അപ്പോ ഈ തീപിടുത്തത്തിന്റെ ഭാഗമായിട്ട് ആളുകൾക്ക് പൊള്ളലേൽക്കുന്നു, ആളുകൾ മരിക്കുന്നു. അതിന്റെ ഒക്കെ അപ്പുറത്ത് തന്നെ അവിടെ ആകെ ഒരു കറുത്ത പുക അങ്ങനെ വ്യാപിക്കുകയും ഇവർക്ക് ശ്വാസമെടുക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നു. The fire burns their skin, flesh and bones, while their bodies slowly lose all human form. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു അക്രമത്തിന്റെ സംഭവങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോ ആളുകളെ ജീവനോടെ തീ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ്. അപ്പോ ആ സംഭവങ്ങൾ അവർക്ക് ഇങ്ങനെ അവരുടെ അസ്ഥികൾക്കും മാംസത്തിനും ത്വക്കിനും എല്ലാം തീ പിടിക്കുകയും അവരുടെ മനുഷ്യരൂപം തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ നോവലിനകത്ത് ഇങ്ങനെ വിവരിക്കുന്നു. Then the victims experience a terrible pain before paralysis overtakes them. അപ്പൊ സ്വാഭാവികമായിട്ടും തീവ്രമായിട്ടുള്ള വേദന ഇവർ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അവർ മരണപ്പെടുകയോ അല്ലെങ്കിൽ അവരിങ്ങനെ പാരലൈസ്ഡ് ആവുകയും, അതായത് അവരിങ്ങനെ അവരുടെ ഈ ശരീരഭാഗങ്ങളൊക്കെ പ്രവർത്തനരഹിതമാവുന്നതിന്റെ ഭാഗമായിട്ട് വേദന അറിയാതാവുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുകയോ മരണപ്പെടുകയോ ഒക്കെ ചെയ്യുന്നതായിട്ട് ഇങ്ങനെ പറയുന്നു. Kandaswamy's description of burning flesh, cracking bones, and disappearing facial features reveal the cruelty and inhumanity of the massacre. അപ്പൊ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് വീണ്ടും പറയുന്നില്ല. അപ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും ഊഹിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ ഇങ്ങനെ ജീവനോടെ ആളുകളെ തീ കൊടുത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പൊ അത്തരം സംഭവങ്ങൾ തന്നെയാണ് അവിടെ നടക്കുന്നത്. അതൊക്കെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ തീവ്രത, അതിന്റെ ക്രൂരത എല്ലാം വെളിപ്പെടുത്തുന്ന രീതിയിൽ തന്നെ നമ്മുടെ ഓതർ ഈ നോവലിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. By morning, the firemen and police arrive to deal with the remains. പിറ്റേ ദിവസം രാവിലെയാണ് അവിടേക്ക് ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും എല്ലാം എത്തിച്ചേരുന്നത്. അപ്പോ എത്ര നിസ്സംഗമായിട്ടാണ് ഇവിടെ അധികാരികൾ പ്രതികരിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ ഒരു കാര്യം കൂടി നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് അവിടെ ഫയർഫോഴ്സും പോലീസും എല്ലാം എത്തുന്നുള്ളൂ. The bodies are so badly burnt that identifying individuals becomes nearly impossible. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ടെന്നോ മരണപ്പെട്ടത് ആരൊക്കെയാണെന്നോ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. കാരണം ഇവരുടെ എല്ലാം മൃതശരീരങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് അവിടെ കിടക്കുന്നത്. ഒഫീഷ്യൽസ് ഫോട്ടോഗ്രാഫ് ദ കോർപ്സസ് ആൻഡ് അറ്റംപ്റ്റ് ടു കൗണ്ട് ദ ഡെഡ് ബോഡീസ്. അപ്പോൾ ഈ ഓഫീസർമാർ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അവർ ഫോട്ടോസ് എടുക്കുന്നു, അതുപോലെ തന്നെ
എത്ര പേര് മരണപ്പെട്ടിട്ടുള്ളതിന്റെ കണക്കെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നു. The final images are especially tragic, including the sight of a mother clutching her child, even in death, as though still begging for life. അപ്പൊ ആ ഒരു അക്രമത്തിന്റെ വിവരണം വളരെ വേദനാജനകമായി കൊണ്ട് അതിന്റെ ക്രൂരത വെളിപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ഈ നോവലിൽ അവതരിപ്പിച്ചിട്ട് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ അക്രമത്തിന് ശേഷമുള്ള ആ ഒരു ഗ്രാമത്തിന്റെ ഒരു ചിത്രവും അതേ ഡീറ്റെയിലോട് കൂടി തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ മൃതശരീരങ്ങൾ കിടക്കുന്നതിന്റെ ഒരു വിവരണമൊക്കെ നടക്കുന്നുണ്ട്. അതിൽ തന്നെയും പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനെ മാറോട് ചേർത്തുകൊണ്ട് ആ തീയിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതശരീരത്തിന്റെ ഒരു ചിത്രം, അതുപോലെ തന്നെ വളരെ ദാരുണമായിട്ടുള്ള ഒരു രംഗമൊക്കെ ഈ നോവലിനകത്ത് ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. Through these horrifying scenes, Kandasamy not only records a massacre but also exposes the brutality of caste violence and the suffering of oppressed communities. അപ്പോ ഈ നോവലിലൂടെയും പ്രത്യേകിച്ച് ഈ ചാപ്റ്ററിലെ വിവരണത്തിലൂടെയും ഈ ഒരു കീഴുമണി മസാക്കർ എന്ന് പറയുന്ന ഒരു സംഭവത്തെ അവര് രേഖപ്പെടുത്തുക മാത്രമല്ല, എത്ര ക്രൂരമായിട്ടാണ് ഈ അധസ്ഥിതരായിട്ടുള്ള തൊഴിലാളി വർഗത്തിലും അതുപോലെ തന്നെ ദളിത് വിഭാഗത്തിലും പെടുന്ന ആളുകളോട് ജാതിയുടെ പേരിലും അതുപോലെ തന്നെ ഈ കൂലി കൂടുതൽ ചോദിച്ചതിന്റെ പേരിലും ഒക്കെ എത്ര മൃഗീയമായിട്ടുള്ള അക്രമങ്ങൾക്കാണ് അവർ വിധേയമാക്കപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ ഒരു നേർചിത്രമായിട്ട് നമ്മൾ ഈ നോവലും അതുപോലെ തന്നെ ഈ ചാപ്റ്ററും കാണുകയാണ്. പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു കാര്യം ഈ നമ്മുടെ ഓതറിന്റെ ഒരു ലാംഗ്വേജ് സ്റ്റൈലിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ചാപ്റ്ററിനകത്ത് അവർ ഫുൾ സ്റ്റോപ്പുകൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു പാരഗ്രാഫിൽ നിന്ന് അടുത്ത പാരഗ്രാഫിലേക്ക് പോകുമ്പോഴും അവര് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഒറ്റ സെന്റൻസ് പോലെയാണ് ഈ ആൻഡ് എന്നുള്ള ഒരു വേർഡ് വെച്ചുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് അവർ എഴുതിയിട്ടുള്ളത്. അപ്പോ അത് ഈ ഒരു അക്രമത്തിന്റെ തുടർച്ചയെയും അതുപോലെ തന്നെ ഈ ഒരു തീപിടുത്തത്തിന്റെ ഒരു തുടർച്ചയെയും ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് തീ പടർന്നു കയറുന്നതിന്റെ ആ ഒരു തുടർച്ചയെയും സൂചിപ്പിക്കുന്നതിന്റെ ഒരു സിമ്പലായിട്ട് നമുക്ക് അവരുടെ ഒരു ലാംഗ്വേജ് ചോയ്സിനെ നമുക്ക് വിലയിരുത്താം. അതുപോലെ തന്നെ നമ്മൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള അവരുടെ ഗ്രാഫിക് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ആ ഒരു ക്രൂരതയുടെയും വേദനയുടെയും ചിത്രം പരമാവധി ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ ഇതിനകത്ത് എഴുതിയിട്ടുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ എടുത്തു പറയുന്ന സംഭവം. അപ്പോ ഈ ഒരു ജാതിയുടെ പേരിലും അതുപോലെ തന്നെ ഈ ഒരു കൂലി ചോദിച്ചതിന്റെ പേരിലും ഒക്കെ നടന്നിട്ടുള്ള ഈ ഒരു അക്രമങ്ങളെ അതിന്റെ പൂർണ്ണമായിട്ടുള്ള തീവ്രതയോടുകൂടി തന്നെ അവർ ഈ നോവലിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ അവരുടെ ഈ ഒരു ഭാഷാ ശൈലി കൂടി ഒരു ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് കാണുന്നത്. ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.